ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോ ഇന്ന് ബ്രോമാൻസ് ബ്രോ റൊമാൻസ് റൊമാൻസ് ബ്രോ റൊമാൻസ് ഇതിന്റെ ഉള്ളില് നമ്മ സുമംഗലില വന്ന ഇതിന്റെ ഉള്ളിൽ ഫുള്ള് ഒച്ച അല്ലേ? ഈ എ സിയുടെ ഫുള്ള് സൗണ്ട്. അതുകൊണ്ട് ഏത് മൂലക്കും ഏടെ പോയിട്ട് എടുക്കാൻ പറ്റുന്നില്ല. പായസ് ഇന്നില്ല കേട്ടോ. പായസ് ഇന്ന് വാലന്റൈൻസ് ഡേ ആയതുകൊണ്ട് ഇന്ന് മുങ്ങി. അതാണ് ഇന്നലെ വിളിച്ചപ്പോ അങ്ങനെ പറഞ്ഞേ, വേറെ കുറച്ച് പരിപാടി ഉണ്ട്, അതുകൊണ്ട് ഇന്നില്ല, അടുത്ത സിനിമക്ക് വരാന്ന് പറഞ്ഞു. അതുകൊണ്ട് ഫൈസിനെ അറിയുന്നവർക്ക് അറിയാൻ പറ്റുമല്ലേ എവിടെയാ പോയതെന്നല്ലോ. അറിയുന്നവർക്ക് അറിയില്ലേ. പടം എങ്ങനെയുണ്ട്? പടം എങ്ങനെ വെച്ചാൽ ഈ ഫസ്റ്റ് ഹാഫ് എല്ലാം കുറച്ച് കണക്ഷൻ കിട്ടുന്നില്ല. ഇങ്ങനെ വെറുതെ ഇവരൊരു കോമഡിക്ക് വേണ്ടി കോമഡി പറയുന്ന പോലെ എന്തെല്ലോ ചെയ്യുന്നുണ്ട് ഇവര്. ഇതാണ് അല്ലേ മെയിൻ എന്ന് പറയുന്നത്. ഇതിൽ ഒരു പുള്ളിക്കാരനെ കാണുന്നില്ല, അതാ കഥ. അത് ഇതിന്റെ ട്രെയിലറിലല്ല ഈ സംഭവം പറയുന്നത്. അർജുൻ ഡയറക്ഷൻ നോക്കി എന്നാ സമയങ്ങളിൽ നോക്കിട്ട് അത് തിരിയണ്ടേ. ഇതില് അർജുൻ അശോകൻ ഉണ്ട്. അർജുൻ അശോകൻ രസമായിട്ട് ചെയ്തിട്ടുണ്ട്. മഹിമ നമ്പ്യാരാണ് നായിക. മറ്റേ കാസർഗോഡ് ഭാഷയിലും പറയുന്നുണ്ട്. അത് നല്ല രസമാണ്. നല്ല വെട്ട് വിളിക്കുന്നുണ്ട് അതില്. വെട്ട് വിളിക്കുന്ന നമുക്ക് കേൾക്കുമ്പോ വെട്ട് വിളിക്കുന്ന പോലെ തോന്നില്ലേ, ചീത്ത വിളിക്കുന്ന പോലെ. മാത്യു തോമസും മെയിൻ അല്ലേ? പക്ഷെ മാത്യു തോമസിന്റെ പിടിച്ച് തല്ലാന്ന് തോന്നും കളി കാണുമ്പോ. അങ്ങനത്തെ ഒരു ക്യാരക്ടർ അങ്ങനെയാണ് അല്ലേ? അതുകൊണ്ടാ പറഞ്ഞു. ചിലതെല്ലാം ഇങ്ങനെ എഡിറ്റിങ്ങിനെല്ലാം ഭയങ്കര ഓവറായിട്ട്. ബിനു പപ്പു മറ്റേ പോലീസ് ആയിട്ട് വരുന്നല്ലേ? ലാലേട്ടൻ പറയുന്ന എഡിറ്റിംഗ് അറിയാണ്ട് പറഞ്ഞു. സംഗീത് പ്രദീപ് ഒരു ഹാക്കർ ആയിട്ട് വരുന്നുണ്ട്. അത് ശരിക്കും ഭയങ്കര രസമാണ്. പക്ഷെ അവര് ഹാക്ക് ചെയ്യുന്ന മെത്തേഡ് എന്നെല്ലാം പറയുന്നത് എന്തുവാടേ ഇത്? അതിനെ കുറിച്ച് പറയാം. ഐഫോണിലെ മറ്റേ സംഭവം വെച്ചിട്ടുണ്ട്. ഇത് നമ്പർ ഇതാ ലോക്ക് ഉറക്കാനും നോക്കുന്നത്. ഈ റോഡ് സൈഡ് അങ്ങനല്ല, ഓരോന്നോരോന്ന് അടിക്കൂലേ, അങ്ങനെ എന്തോ മിഷൻ വെച്ചിട്ട് നമുക്ക് ഓരോ ലോക്ക് അടിക്കൂലേ. ഇതാവുന്നില്ല എന്നാണ് ഇതിൽ തന്നെ മറ്റേ എന്നാന്ന് പറയുന്നത്, 4 അടിച്ചാലും ലോക്ക്. അതൊന്നും വർക്കാവാത്ത ഹാക്കറാണ്. അങ്ങനത്തെ ഒരു ക്യാരക്ടർ. അങ്ങനെ പുള്ളി ഹാക്ക് ചെയ്യുന്നതിൽ കുറച്ച് നമുക്ക് തോന്നും ഇത് എന്നാ കളിക്കുന്നത്. അങ്ങനത്തെ എല്ലാരും ഒരു കോമഡി സംഭവമാണ്, അല്ലാതെ അല്ലേ? എല്ലാരും വെറുതെ ഒരു കോമഡി പറയാം, നമ്മൾ ചിരിക്കണം എന്ന് പറഞ്ഞിട്ട് കോമഡി പറയുന്നത്. 80% കോമഡി വർക്കായി. ചിലവർക്ക് വർക്കാവും. നമ്മളെ ബാക്കിൽ ഒരു ഭയങ്കര ചിരിയാണ്ടായത്. ചിരി അടുക്കാത്ത നമുക്കത് ചൊറയാവുന്നു ചിരി കേട്ടിട്ട്. നമുക്ക് ആ ചിരി കേട്ടിട്ട് ചിരി വരുത്. ഇതാണോ പെണ്ണാണോ ചിരിക്കുന്ന കൺഫ്യൂഷൻ. ബാക്കിലേക്ക് ഇങ്ങനെ തിരിഞ്ഞു നോക്കാൻ പറ്റില്ല ആരാ ചിരിക്കും. അപ്പൊ ക്യാമറമാൻ മാറിയിട്ടുണ്ട്. ഞാനാണ് ശരിയില്ല പുള്ളിക്കാരൻ. അപ്പൊ ഞാൻ വറുത്ത് പിടിച്ചാ എന്നോട് പിടിപ്പിച്ചല്ലേ പറ. ഇനി എന്ന് പറയാനില്ല ഇനി? എനിക്കല്ലേ പടത്തിനെ കുറിച്ച് പറഞ്ഞില്ലേ? നമ്മളെ കഴിഞ്ഞ റിവ്യൂ കുറച്ച് മോശം നല്ലൊരു പറയുന്നുണ്ടായി. കാരണം എഡിറ്റിംഗ് ഇവനാ ചെയ്യുന്നത്. അതുകൊണ്ട് അപ്പുറത്ത് തിന്നോണ്ട് ഇപ്പുറത്ത് എഡിറ്റ് ആദ്യമായിട്ട് എഡിറ്റ് ചെയ്യുന്നത്. അപ്പൊ കുറച്ച് മിസ്റ്റേക്ക് അതിൽ വന്നല്ലേ. ഇനി അത് ശരിയാക്കണ്ടേ? അടുത്തല്ലേ ശരിയാവും. പിന്നെ ഇപ്പൊ പുതിയ ഇനി അടുത്ത മെയ് തൊട്ട് സിനിമയൊന്നും റിലീസ് ചെയ്യൂല എന്നൊരു പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കീർത്തി സുരേഷ്. പക്ഷെ നമ്മളെ അണ്ണൻ നമ്മളെ ആന്റണി പെരുമ്പാവൂർ വീട്ടിലെ സാധനം ആക്കിയിട്ടുണ്ട്. ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ പുള്ളിയാ മാസ് സംഭവം. എന്നാ ഇത് നടന്മാർക്ക് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പടം ഇറക്കാൻ പറ്റൂല എന്നല്ല ഒരു കൂട്ടം ആൾക്കാര്. അവരെ ഇതിന് പുറത്തിറങ്ങിയിട്ട് പടം ഇതാക്കുമല്ലേ. ഇവിടെ ആർക്കും ഇറക്കാൻ ഇതാക്കാത്ത എന്നാന്ന് ഈ നടന്മാര് പ്രൊഡ്യൂസ് ചെയ്യുമ്പോ അവരെ ഏറ്റവും വലിയ മമ്മൂട്ടി അറിയല്ലേ, ഓന്റെ അവർക്ക് ഫ്രീ ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഒരാൾ പറയാനൊന്നും ഇല്ലല്ലോ. മമ്മൂട്ടിയുടെ എന്താണ് സാലറി ആണ് പുള്ളിക്കാരൻ റിസ്ക് ചെയ്യുന്ന പറയില്ലേ. പുള്ളിയെ ഏറ്റവും വലിയൊരു എക്സ്പെൻസറിൽ ഇപ്പം വലിയ വലിയ ആക്ടേഴ്സ് ആകുമ്പോൾ അവരെ സാലറി ആണ് വലിയ അല്ലെ. അത് കുറക്കണം എന്നും പറയുന്നത്. അതെന്താണ് അവർക്ക് അത്രയും മാർക്കറ്റ് വാല്യൂ ഉണ്ടായതുകൊണ്ടാണ് അവർ അത്രയും റെമ്യൂണറേഷൻ വാങ്ങുന്നത്. എന്നാ അവരെ വെച്ച് ചെയ്യേണ്ട അത്രയും പൈസ ഇല്ലാത്ത പ്രൊഡ്യൂസേഴ്സ് ആണെങ്കിൽ അവരെ വെച്ച് ചെയ്യേണ്ട ചെറിയ പുതിയ ആൾക്കാർ അത്രയുണ്ട്. അങ്ങനെയല്ലേ നമുക്കൊരു ബിരിയാണി വാങ്ങണം എന്ന് പറഞ്ഞിട്ട് നമുക്ക് ചോറുണ്ടായില്ല പൈസ ഇല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിരിയാണിക്ക് ചോറിന്റെ പൈസ ആക്കണം എന്ന് പറയോ? ഇല്ലല്ലോ. അത് ആ സംഭവം മലയാളത്തില് ആ ഒരു മാർക്കറ്റ് വാല്യൂ കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും നമുക്ക് തോന്നുന്നില്ല ആക്ടേഴ്സിന്. ഇപ്പൊ തമിഴിലാണെങ്കിൽ ഇപ്പം വിജയ് എന്നെല്ലാം പറഞ്ഞാല് പുള്ളിയുടെ പേരിൽ വിറ്റു. ഈടിപ്പോ ലാലേട്ടനായാലും മമ്മൂക്കായാലും നല്ല പടം കൂടെ ഇറക്കണം. വെറുതെ വിറ്റു. വർക്ക് ചെയ്യുന്നില്ല. മോശം പടം ഇറങ്ങിയിട്ട് ഒന്ന് മാത്രമേ കഴിഞ്ഞ മാസം വിജയിച്ചിട്ടു എന്ന് പറഞ്ഞൊരു കാര്യമില്ലല്ലോ. നല്ല പടം ഇറക്കിയാലും ആൾക്കാർ പോയി ഷോർട്ട് ഫിലിം കണക്കത്തെ പടം ഇറക്കിയാല് അധികം അങ്ങനെ തന്നെ ഉണ്ടായ നല്ല പടം അല്ലെ. ആകെ കഴിഞ്ഞ മാസം ഏത് നമ്മളെ ആസിഫ് അലിയുടെ
രേഖചിത്രം മാത്രമേ സക്സസ് ആയിട്ടു എന്ന് ഇവര് പറയുന്നത്. ബാക്കിയെല്ലാം പൊന്മാനിൽ ഇപ്പോൾ ഓടുന്നുണ്ട്. ഇപ്പം അവര് ബഡ്ജറ്റ് പറഞ്ഞൊന്നും ആക്യുറേറ്റ് ഒന്നല്ല. ബറോസിനുള്ള ബഡ്ജറ്റ് പറഞ്ഞ 150 കോടി 140 കോടിയാ. ബറോസിന്റെ എന്നല്ല പറഞ്ഞ, എംപുരാന്റെ ബറോസിനല്ല, എംപുരാന്റെ. അവര് ബഡ്ജറ്റ് പുറത്തു വിടാണ്ട് ഇവര് പറഞ്ഞു. റൂമേഴ്സ് ആണ് ഈ പല അവര് ചോദിച്ചിട്ട് പറഞ്ഞു പറഞ്ഞേ. ഫുള്ള് കാര്യം അറിഞ്ഞിട്ട് പറയണം ബ്രോ. അപ്പൊ അതാണ് ഇപ്പൊ ഇവിടെ നടക്കുന്ന സംഭവം അല്ലേ. ഇനി നമ്മ പടത്തിലേക്ക് തിരിച്ചു വന്നെങ്കിൽ എന്നോട് പേഴ്സണലി ചോദിക്കാൻ എനക്ക് അത്ര ഒരു വർക്കായിട്ട് പടം. നോർമൽ ഒരു കോമഡി വന്ന് ചിരിക്കുന്നവർക്ക് ചിരിക്കാം, അങ്ങനത്തെ ഒരു പടം. ഒരു പടത്തിന്റെ ഗ്രാഫ് ഇങ്ങനെ പോകുന്നു. ആദ്യം ഇങ്ങനെ പോയി ലാസ്റ്റ് നല്ല രസമുണ്ട്. ലാസ്റ്റ് നല്ല രസമൊക്കെ ഉണ്ട്. പറയാൻ വിട് ബ്രോ, പറഞ്ഞോ. സെക്കൻഡ് ഹാഫ് വരുമ്പോ ഒന്ന് ഗ്രാഫ് പൊന്തും, ലാസ്റ്റ് എത്തുമ്പോ അത്യാവശ്യം എൻഗേജിങ് ആണ്. പക്ഷെ ഫസ്റ്റ് ഹാഫ് ഭയങ്കര ലാഗായിട്ട് തോന്നുന്നുണ്ടായി. ലാഗല്ല എന്ന് പറയുന്നത് നമ്മ പടമായിട്ടുള്ള ഒരു കണക്ഷൻ ഇല്ലാത്ത പോലെ തോന്നുന്നത്. പറഞ്ഞോ. അതന്നെ നമുക്കും പറയാനില്ല, വേറെ ഒന്നും അങ്ങനെ അധികമായിട്ട് പറയാനില്ല അല്ലേ. അപ്പോ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി ചിലവന്മാരെ വന്നിട്ട് നിങ്ങൾ എന്നാലും ഒരു പടം പിടിക്കി ഡയറക്ട് ചെയ്യാൻ വേണ്ടി പറ്റുമോ എന്ന് പറയുന്ന ചില നല്ല ആൾക്കാരുണ്ടല്ലേ, അവരോടൊക്കെ എന്താണ് പറയാനുള്ളത്? ഇല്ല, അങ്ങനെ പ്രൂവ് ചെയ്ത് കാണിക്കണമെങ്കിൽ നമ്മൾ പ്രൂവ് ചെയ്ത് കാണിക്കും. അങ്ങനെ എടുക്കാൻ ഓക്കെ. അപ്പൊ അടുത്ത പടമായിട്ട് വരാം അല്ലേ. പായസം ഉണ്ടാവും തോന്നുന്നു. ഇന്ന് വാലന്റൈൻസ് ഡേ ആണ്ട് പുള്ളി ഇല്ലാത്ത